എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കിഴിയിലേക്ക് പോവാം. യെസ്. ഓ യുവ ഹെഡ് എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തൂല. നിർത്തണം. നേരത്തെ പറഞ്ഞ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കും. നിർത്തണം. ഫസ്റ്റ് കിഴി അതിന്റെ കാര്യമില്ല. ഈ സന്തോഷം കഴിയുമ്പോ കാണണം കേട്ടോ. ഫസ്റ്റ് കിഴി കൊണ്ടൽ. കൊണ്ടൽ ദൈവമേ, കൊണ്ടു. ഫസ്റ്റ് വൺ കൊണ്ടു. നമ്മുടെ രാജ്ബി ഷെട്ടിയും പെപ്പയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. യെസ്. സിനിമയുടെ തമിഴ് കന്നഡ റൈറ്റ്സ് AV മീഡിയ കൺസൾട്ടൻസി സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നല്ലൊരു റിലീസ് അല്ലേ? തീർച്ചയായും പാൻ ഇന്ത്യൻ. രാജ്ബി ഷെട്ടി വന്നതോടെ തന്നെ അത്യാവശ്യം റീച്ച് ആയല്ലോ. പിന്നെ ഓക്കെ. അല്ലേ, ആന്റണി പെപ്പേന്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എടുത്ത് പറയണം കേട്ടോ. അതൊരു സത്യം കേട്ടോ. നമ്മളിത് മെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദാവീദിന് വേണ്ടിട്ട് ബോഡി എന്തൊരു തടിച്ച ബോഡിയായിരുന്നു. മറ്റേ പ്രത്യേകിച്ച് സൂപ്പർ ശരണ്യ അല്ലേ, അതിലൊരു ഗസ്റ്റ് റോൾ ഉണ്ടല്ലോ. സൂപ്പർ ശരണ്യ അതിൽ എന്തൊരു തടിയാ. നല്ലൊരു അത് പിന്നെ അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സൂപ്പർ ശരണ്യയിലാണ് തോന്നുന്നു. സൂപ്പർ ശരണ്യയിലായിരിക്കും. അതെ, ആ ആളിപ്പോ എന്താന്നറിയോ, ചെറുക്കൻ പണിയെടുക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത കിഴി സന്തോഷ് ട്രോഫി. അതല്ല, ഇതെന്താ സിനിമനെ കുറിച്ച് പറയുമ്പോ ഫുട്ബോളൊക്കെ കയറിയായിരുന്നു. ഞാൻ പറഞ്ഞു അടുത്ത വർഷം കഴിഞ്ഞു. അത് സിനിമ കേട്ടോ. പൃഥ്വിരാജ് നായകനാവുന്ന സിനിമ. വിപിൻ ദാസ് സിനിമ സംവിധാനം ചെയ്യും. ഫുട്ബോൾ കളിക്കാരനായിട്ടാണോ? അതെനിക്ക് അറിഞ്ഞൂടാ. അതൊരു കോമഡി എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും. ഫുട്ബോൾ കളിക്കാരനായിട്ട് തന്നെ ആയിരിക്കും അല്ലേ? ആ പേര് അവിടെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അറിഞ്ഞൂടാ. സന്തോഷ് ട്രോഫി എന്തിനാ കൊടുക്കുന്നത്? ഒന്നുമില്ല. ചിലപ്പോ ലോക്കൽ ഫുട്ബോളും അങ്ങനെ ആ ഒരു സാധനമൊക്കെ ആയിരിക്കും. എന്തായാലും കോമഡി ആയിരിക്കും. നമ്മളെ പഞ്ചായത്ത് സംഘാടിയിലെ ഫുട്ബോൾ കളിയൊക്കെ പോലെ. കണ്ടം കളിയോ? അതെ. ലിസ്റ്റിൻ സ്റ്റീഫനാണല്ലേ പ്രൊഡക്ഷൻ. ഓക്കെ. വിരുന്ന്. അർജുൻ, അജു വർഗീസ്, മുകേഷ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. നിക്കി ഗൽറാണി. എന്താ നിക്കി ഗൽറാണിന്റെ പേര് പറയാത്തത്? ഓക്കെ, സോറി. നീ നക്കിയാവല്ലേ? സോറി. നിക്കിന്റെ പേര് പറയടാ. നിക്കി ഗൽറാണി. കണ്ണൻ താമരക്കുളമാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 29. അടുത്ത കിഴി ഡോൺ 3 സിനിമയിൽ നമ്മുടെ ശോഭിത ഒരു സ്പെഷ്യൽ ഐറ്റം സോങ് ചെയ്യും എന്നുള്ളതാണ്. അതിനാളെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്, ടോക്സ് നടക്കുന്നു എന്നുള്ളതാണ് കേട്ടത്. ഫർഹാൻ അക്തറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നായകനായി വരുന്നത് രൺവീർ സിംഗ്. അവിടെയാണല്ലേ ഒരു പ്രശ്നം. ഇതുവരെ ഉണ്ടായിരുന്നതിന്റെ എഫക്റ്റ് ഒക്കെ തീരും. അനൗൺസ്മെന്റ് വീഡിയോന് നമുക്കൊരു ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത് സ്ത്രീ 2. സിനിമയുടെ ഫസ്റ്റ് വീക്ക് കളക്ഷൻ 401 CR. സത്യം. അതേപോലെ ഒരു കോടി കൂടുതൽ വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നെ. എന്താണെങ്കിലും ഹിന്ദിയിലെ ഫസ്റ്റത്തെ, അതായത് ഈ 2024 ആദ്യത്തെ 1000 കോടി അല്ല 1000 കോടി ആവാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞാൽ ഈ 400 കടക്കുന്നത്. കൊള്ളാം, അടിപൊളി, സൂപ്പർ. ഓക്കെ. കഴിഞ്ഞ വർഷം ഫുള്ള് 1000 കോടിയും കൊണ്ട് കളിയായിരുന്നു. ഫുള്ള് 1000 കോടി രണ്ടെണ്ണല്ലേ? 2000 കോടി പിന്നെ ഒരു 500, പിന്നെ ഒരു 900 കോടി ഉണ്ട്. 900 അതായിരുന്നു മറ്റേ നമ്മുടെ അനിമൽ. ശരിയാ, അനിമൽ ഇല്ലല്ലോ. ഇല്ലല്ല, 2000 കോടി. മറ്റേ സണ്ണി ഡിയോളിന്റെ പടം 500 കോടി. ഈ വർഷമാണ് കേട്ടോ മോശം. പ്രാവിൻകൂട് ഷാപ്പ്. ഓക്കെ. സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഡിസംബർ 20. അത് ക്രിസ്മസ് റിലീസായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സിനിമ പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മുടെ അൻവർ റഷീദാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ശ്രീരാജ് ശ്രീനിവാസൻ. ഓക്കെ. സൗബിൻ, ചമ്പൻ വിനോദ്, ബേസിൽ ജോസഫ് ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത് കേട്ടോ. തിയേറ്റർ ചാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അടുത്തത് ഓക്കെ ആവനാഴി. സിനിമയുടെ റീ റിലീസിംഗ് ഒരുങ്ങുന്നുണ്ട് 4K അറ്റ്മോസിൽ. ഓക്കെ. എന്നത്തേക്കാ ഡേറ്റ് എന്നുള്ളതൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. എല്ലാരും ഇറക്കുകയാണല്ലോ. മറ്റേ ന്യൂഡൽഹി ന്യൂഡൽഹി ബിഗ് ബി അത് തന്നെ ബിഗ് ബി ന്യൂഡൽഹി ദി കിങ് അതൊക്കെ ഓക്കെ. പക്ഷെ അവനാഴിക്കൊക്കെ പറയാൻ പറ്റൂലേ.
എനിക്കറിഞ്ഞൂടാ. ആരാധകരുണ്ടാവും, കാരണം ആ സമയത്തെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, തിയേറ്റർ മിസ് ചെയ്തിട്ടുള്ള സിനിമയല്ല. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത കിഴി സുമതി വളവ്. സിനിമയുടെ ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ പൂജ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ട് നമ്മുടെ ദ പ്ലോട്ട് പിക്ചേഴ്സ് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും സിനിമ അടുത്ത് തന്നെ ഷൂട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, ആദ്യമായിട്ടല്ല അപൂർവമായിട്ട്, അപൂർവങ്ങളിൽ അപൂർവം ആദ്യമായിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ടല്ല, ആണ് വേറെ ഏത് സിനിമേന്റെ കൊണ്ടുപോയിട്ടുള്ളത്? അതിപ്പോ ചോദിച്ചാൽ എനിക്ക് ഉത്തരല്ല, എന്നാ ഒരു പറയാം, നമുക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഒരു അറിവിൽ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം ആണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഗംഭീരം. അടുത്തത് ശരിക്കും ഈ മമ്മൂട്ടിയുടെ സിനിമകളില്ലേ, ഏതാണ്ടൊക്കെ ആദ്യം തന്നെ അത് ഒഫീഷ്യലി പോരുന്നില്ലല്ലോ, ഒഫീഷ്യലി പുറത്തു വിട്ടതല്ലേ ഉള്ളൂ. അതാണ് ശരിക്കും മമ്മൂട്ടിയുടെ സിനിമ അത് ട്രൂത്ത് ഓൾറെഡി അത് ഓക്കെ ആയിരിക്കും. അതെ, അതുപോലെ ലാലേട്ടന്റെ ഫാർസ് അത് പിന്നെ വേറെ കമ്പനിയാണ്, കയ്യൊപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഒന്നും എന്താണെന്നറിയോ, ഇവരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ ഒഫീഷ്യലി അത് പുറത്തു വിടാറില്ല. ഇത് വേറെ ടീം തന്നെ വന്നെടുക്കുമ്പോഴാണല്ലോ ഒഫീഷ്യലി പുറത്തു വരുന്നത്. പക്ഷെ ഒഫീഷ്യലിയും വരാറുണ്ട്, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമ്പോൾ മുതലേ ഇതിന്റെയൊക്കെ ലോഗോ വരാറുണ്ട്. ഓക്കെ, അങ്ങനെ വരും. പക്ഷെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ ഇതിന്റെ കൊടുത്ത പോലെ ആരും കൊടുക്കുന്നില്ല. അതായത് വേറെ ടീം വന്ന് എടുത്തിട്ട് അവരോട് ബന്ധപ്പെട്ട് എടുക്കുന്നത്, എഗ്രിമെന്റ് കൈമാറുന്ന പിക്ക് വരെയാണ് അവർ വിട്ടിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല, അതാണ് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും അടുത്തത് ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ടൈമിങ് തന്നെ മനസ്സ് ഒന്നായിട്ടേ. പിന്നല്ല, സിനിമയില് അഭ്യുക്ത ഒരു ഇമ്പോർട്ടന്റ് റോളില് വരുന്നുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരാളും കൂടെ ഉണ്ട്, ശിവകാർത്തികേയന്റെ കാമിയോ ഏകദേശം 80% കൺഫേം ആണ് കേട്ടോ. അപ്പൊ ശിവകാർത്തികേയനെയും കൂടി എത്ര പേരാണോ ആ ട്രെയിലറിലെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് ശിവകാർത്തികനാണെന്നുള്ള രീതിയിലാണ് പലയിടത്തും പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ആയിരിക്കാം. ഓക്കെ, എന്തായാലും അടുത്ത കിഴി കങ്കുവ സിനിമ ഒക്ടോബർ 10 റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് ഒക്ടോബർ 10 നിന്ന് വേട്ടയ്യനെ പേടിച്ചിട്ട് മാറ്റും എന്നുള്ളതാണ് പലയിടങ്ങളിൽ നിന്നും വരുന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ അത് തെറ്റാണെന്നുള്ളതാണ് സരിഗമ പറഞ്ഞിരിക്കുന്നത്. സിനിമ ഒക്ടോബർ 10 തന്നെ ഇറക്കും. ഒരു ചേഞ്ചും ഉണ്ടാവില്ല, ഒരു വേട്ടയിനെ ഇവിടെ പേടിക്കൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. അത് അവർ പറഞ്ഞല്ല, അത് നമ്മൾ പറഞ്ഞാണ്. കാലനെ കണ്ടവര് പേടിക്കണം. അതെ, അപ്പൊ അത് സിനിമന്റെ ഉള്ളിലെ കഥാപാത്രവും സിനിമയിലെ പശ്ചാത്തലങ്ങളും മാത്രമല്ല, അതെ, അല്ലാണ്ട് പറഞ്ഞാണ് തിയേറ്ററിൽ സംഭവിക്കും. നമുക്ക് നോക്കാം നമുക്ക് ഏതാണ് വിജയക്കൊടി പാറിക്കുന്നതെന്ന്. അയ്യോ, അടുത്തത് ജർമ്മൻ സൂര്യ പാരഞ്ജിത്ത് മൂവി. ജർമ്മൻ സിനിമയുടെ അപ്ഡേറ്റ്സ്, അതായത് അനൗൺസ്മെന്റ് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോ ഗ്രീൻ ആണ്. ഫ്യൂച്ചറിസ്റ്റിക് അഡ്വഞ്ചർ ത്രില്ലർ, ആ സാധനം, അതാണ് ഇതിന്റെ ജോണർ. പിന്നെ അതായത് ഇതിന്റെ പ്ലോട്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഭയങ്കര വെള്ളടിച്ച് കിടക്കുന്ന ഒരു പൈലറ്റ്, ആള് നമ്മുടെ ബർമുഡ ട്രയാങ്കിളിനെ അതിൽ പോയി പെട്ടു പോകുന്നു. അതിനുശേഷം ആള് വേറെ ലോകത്തെത്തുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. പറയുമ്പോ സിമ്പിളാണ് ഇത്, ഇത്രേ ഉള്ളൂ പറയുമ്പോ. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഇത് വരുമ്പോ അതിന്റെ ഒന്നും വേണ്ട. നല്ല കൺസെപ്റ്റ് ആട്ടോ. ട്രയാങ്കിൾ ഇതിന്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വേറൊരു ലോകത്തേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് കാണേണ്ടത്. അത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാരും പറയാത്തൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയോ എന്താണാവോ, എപ്പോഴും ലവ് സ്റ്റോറി മാത്രമേ. ട്രയാങ്കിൾ ബർമുഡ ട്രയാങ്കിളിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ആരും ഇതുവരെ ജീവനോട് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവര് വേറെ ലോകത്ത് എത്തുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൊണ്ടുവരുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് മുൻപ് പലരും പോയിട്ടുണ്ട്, അവരൊക്കെ മേ ബി അവിടെ കണ്ടുമുട്ടുമോ. ഇനി ബർമുഡ ട്രയാങ്കിളിന്റെ അടിയിൽ വേറൊരു ലോകമുണ്ടോ? പോയവരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. അവിടെ പലരും കണ്ടുമുട്ടാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രമുഖ സുന്ദരികളായ നടിമാരും ഉണ്ടാവണം അവിടെ, എന്നാലല്ലേ അവിടെ നടിമാരും ഉണ്ടാവുള്ളൂ. ഡിവറ്റൊക്കെ വേണ്ടേ, പ്രേമം വേണ്ടേ. സിംഗിൾ ആയിരിക്കും ആള്, ഒരു പ്രാന്തനെ പോലെ പുതിയ ലോകം കാണാം. പുതിയ മേ ബി മനുഷ്യരല്ലാത്ത കുറെ ജന്തുക്കൾ ഉണ്ടാവും അവിടെ, പലതും ഉണ്ടാവാം. പിന്നെ അവിടെ മേ ബി എന്തായാലും ഇതിനു മുൻപ് അവിടെ നഷ്ടപ്പെട്ടു പോയവരുണ്ടാവല്ലോ, ജീവൻ പൊലിഞ്ഞവര്, അവരുടെ ആ ഒരു ജീവിതം അവിടെ നയിക്കുന്നുണ്ടാവാൻ അവര്. എന്നിട്ട് അവിടെയുള്ള പല ജന്തുക്കളെയും
അല്ലെങ്കിൽ പല മൃഗങ്ങളെയും ഇണക്കി വളർത്തി അതിന്റെ രാജാവായി അവിടെ ഭരിക്കുന്നുണ്ടാവാം. മനുഷ്യരല്ലേ, ചിലപ്പോ അവരവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഇവിടുന്ന് എങ്ങനെ ഭൂമിയിലേക്ക് മുകളിലേക്ക് പോവാന്നുള്ള സാധനം അവിടെ ഉണ്ടാക്കുന്നുണ്ടാവും. അല്ല, ഇവിടുന്ന് പോയവര് ബെർമുഡ ട്രയാങ്കിളിൽ പോയി പെട്ടവരില്ലേ, അവർ ഈ ലോകത്തെത്തിയിട്ട് അവിടെ ഉള്ള എല്ലാരെയും അടക്കി വാണ് അവിടുത്തെ രാജാക്കന്മാരെ ഉണ്ടാവും. എന്നിട്ട് അവരെയും കൂട്ടി വന്നിട്ട് നമ്മളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് അവര് അവിടുന്ന് പെട്ട് കിടക്കുകയാണല്ലോ. അവിടുന്ന് തിരിച്ചു പോരാൻ വേണ്ടിയുള്ള മിഷനറീസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഫുൾ ടീമിനെ കൊണ്ട് ഇങ്ങോട്ട് വരാം. അതെ. അപ്പോ ആ സമയത്താണ്, ആ കൃത്യസമയത്ത് നമ്മുടെ സൂര്യത്തുന്നു. സൂര്യക്ക് മനസ്സിലാവുന്നു മനുഷ്യന്മാരുടെ മൊത്തം അതിനെ ഇല്ലാതാക്കാൻ ഇവര് പ്ലാൻ ചെയ്യുന്നു. അവർക്കെതിരെ പോരാടുന്ന ആളെ നമുക്ക് കാണാം. ജർമ്മന്റെ കഥ കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. അടുത്തോ? ഓക്കെ 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 അടുത്തത് കഥ ഇതുവരെ. കറക്റ്റ്, കഥ ഇന്ന് വരെ എന്നല്ലേ? ഇതുവരെയുള്ള കഥ ഇതാണ്. ഇനി ഇത് മാറുമെന്ന് അറിഞ്ഞൂടാ. കഥ ഇതുവരെ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സെപ്റ്റംബർ 20. ഓക്കെ. സിനിമ സംവിധാനം ചെയ്യുന്നത് വിഷ്ണു മോഹൻ. നമ്മുടെ മാളികപ്പുറം അതിന്റെ മുമ്പത്തെ ഉണ്ണിമോഹന മേപ്പടിയാൻ സിനിമയുടെ സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. എന്തായാലും പോസ്റ്റർ ഇതാ. ബിജു മേനോൻ, വിഷ്ണു മോഹൻ, അല്ല വിഷ്ണു മോഹൻ അല്ലേ, അനു മോഹൻ. ഇത് മൊത്തത്തിൽ മോഹന്മാരായല്ലോ. വിജു മേനോൻ, അനു മോഹൻ, അനുശ്രീ. അമ്മോ, ഓരോന്നൊക്കെ രക്ഷപ്പെടാനുള്ള പണി. ARM. നിനക്ക് സിമ്പിളായിട്ട് രക്ഷപ്പെടാലോ, നിനക്കൊരു ചേട്ടാ മതി. അത് എന്റെ കാര്യത്തിലാണ് ബുദ്ധിമുട്ട്. നീ ചേട്ടാലും പിന്നെയും തെറ്റും. തെറ്റലോട് തെറ്റിലായിരിക്കും, അവിടുന്ന് പിന്നെയും പോവും. എന്താണെങ്കിലും ARM സിനിമയുടെ ഹിന്ദി റൈറ്റ്സ് AA ഫിലിംസ് സ്വന്താക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏതൊക്കെ വന്നു? കന്നഡ വന്നു. അതിങ്ങനെ പറയാം, ആ ഫിലിംസ് സ്വന്താക്കിയിട്ടുണ്ട്. എന്തായാലും കന്നഡ വന്നു, തെലുങ്ക് വന്നു, ഹിന്ദി ഓവർസീസ് വന്നു. ഇനി തമിഴും കൂടി വരാനുള്ളൂ അല്ലേ? തമിഴ് റൈറ്റ്സ് ആരാന്ന് അറിഞ്ഞുകൂടാ. മിക്കവാറും മറ്റേ ഇവരൊക്കെ ആയിരിക്കും. എന്തായിരുന്നു? തെലുങ്ക് മൈത്രി. അല്ല, തമിഴിലേക്ക് വരുമ്പോഴേ AGSO പറയാൻ പറ്റില്ല, ആരാണോ നോക്കാം. ഓക്കെ, അടുത്ത കിഴി. പോന്നോട്ടെ. ചിരിച്ചും കരഞ്ഞുമ്പോഴാകെ വേർത്ത് കുളിച്ചിരിക്കുക. പെട്ടെന്ന് പോരട്ടെ. മോനെ, മോഹൻലാൽ മാർട്ടിൻ പ്രകാട്ട് മൂവി. ഓക്കെ. നമ്മുടെ മോഹൻലാലിനെ വെച്ച് മാർട്ടിൻ പ്രകാട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതൊരു സോഷ്യൽ സറ്റയർ മൂവി ആയിരിക്കും, ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും അതിൻ്റെ കൂടുതൽ സംഭവങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. സംഭവം ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് സ്ക്രിപ്റ്റ് പൊടിയിട്ടെടുക്കുന്നു, സിനിമ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വരട്ടെ. എന്താ ചുമ. അപ്പോൾ എന്തായാലും പോവാണ്. എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.